chemical properties of alkene. Chemical properties of alkene. Alkenes chemical properties. അതിൽ ഒന്ന് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഇത് നമ്മൾ നേരത്തെ ആൽക്കൈൻ്റെ പ്രിപ്പറേഷനായിട്ട് പഠിച്ച റിയാക്ഷനാണ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. നിങ്ങൾ നോക്കിയാൽ മതി, ആൽക്കീൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൽക്കീൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ആൽക്കീൻ വേറെ ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആൽക്കീൻ നോക്കിയോ, സി ഡബിൾ ബോണ്ട് സി, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്. ഇതൊരു ആൽക്കീൻ അല്ലേ? ഇതിന്റെ പേര് ഈഥീൻ എന്നാണ്. ഇതിനകത്തോട്ട് ഹൈഡ്രജനെ ആഡ് ചെയ്യാണ്, H2. H2നെ എങ്ങനെ കൺസിഡർ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ വേണ്ട ഇവിടെയും ആഡാവും, ഒരു ഹൈഡ്രജൻ വേണ്ട ഇവിടെയും ആഡാവും. ഇങ്ങനെയല്ലേ അന്ന് പഠിപ്പിച്ചത്? പക്ഷെ അങ്ങനെ ആഡാവുമ്പോൾ ഇവിടുത്തെ ബോണ്ട് കട്ടായി പോകും. അങ്ങനെയാണ് നോക്കിക്കോളൂ, സി ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, സിംഗിൾ ബോണ്ട്, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്. കണ്ടോ? ഇത് ആൽക്കൈനായിട്ട് മാറി, ഈഥെയ്നായിട്ട് മാറി. ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ്റെ ഒന്നാമത്. ഇനിയും രണ്ട് കോമ്പൗണ്ട് ഞാൻ പറഞ്ഞു, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വിടർത്തി തരത്തില്ല, കണ്ടൻസ്ഡ് ആയിട്ടായിരിക്കും തരുന്നത്. ഇങ്ങനെ നോക്കിയോ, CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിനകത്ത് ഹൈഡ്രജനെ ആഡ് ചെയ്യുവാണെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ്. ഒന്നെങ്കിൽ പലേഡിയം, അല്ലെങ്കിൽ പ്ലാറ്റിനം, അല്ലെങ്കിൽ നിക്കൽ. പലേഡിയം, പ്ലാറ്റിനം, നിക്കൽ. എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും ആഡ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പുറത്ത് CH3, ഇവിടെ ഒരു CH2 വരും, സിംഗിൾ ബോണ്ട് CH3 വരും. ഇത് പ്രൊപ്പ് 1 ഈനാണ്. ഇവിടെ വരുമ്പോൾ ഇത് എന്തായിട്ട് മാറി? പ്രൊപ്പൈനായിട്ട് മാറി. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൽക്കീൻ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ആൽക്കീൻസിനെ പറ്റിയാണ്. ആൽക്കീൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞു. ഈ ആൽക്കീൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത്. അത് ആൽക്കൈനും കൂടെ ഉണ്ട്. മനസ്സിലായോ? സാർ, അവിടെ ഡബിൾ ബോണ്ട് വരുമ്പോ CH2 എങ്ങനെയായിരുന്നേ? പറയുന്ന ഒന്നും കേൾക്കത്തില്ല, ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പം എന്തോ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് ക്ലിയർ ആവുന്നില്ല. എഴുതിയെടുക്കാനുള്ള എഴുതിയെടുത്തോളൂ പെട്ടെന്ന്. ഇവിടുത്തെ രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഹാലജൻ ആണ്. അഡീഷൻ ഓഫ് ഹാലോജൻ ആണ്. അഡീഷൻ ഓഫ് ഹാലജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന പോലെ ഉള്ളൂ. നമ്മൾ CH2 ഡബിൾ ബോണ്ട് CH2, ഇതെന്താ? ഇത് ഈഥീനാണ്. ഈഥീനകത്തോട്ട് ഒരു ഹാലജനെ ആഡ് ചെയ്യാം, ക്ലോറിൻ ആയിക്കോട്ടെ. ക്ലോറിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്ലോറിനും എങ്ങനെയാണ് ആയിരിക്കുന്നത്? Cl ബോണ്ട് ഗ്രൂപ്പ് Cl. ഒരു Cl എന്ത് ചെയ്യും? ഇവിടെ ആഡാവും, ഒരു Cl എന്ത് ചെയ്യും? ഇവിടോട്ട് ആഡാവും. അപ്പൊ ഈ ബോണ്ട് പൊട്ടിയേ പറ്റത്തുള്ളൂ, എന്നാലല്ലേ 4 ചുറ്റുമാകത്തുള്ളൂ. അപ്പൊ നോക്കൂ, ഇവിടെ CH2 സിംഗിൾ ബോണ്ട്, ഇവിടെ CH2 വരും, ഒരു ക്ലോറിൻ ഇവിടെയും വരും, ഒരു ക്ലോറിൻ ഇവിടെയും വരും. ഇതിന്റെ പേര് 1,2 ഡൈക്ലോറോ ഈഥൈൻ. 1,2 ഡൈക്ലോറോ ഈഥൈൻ.
ഇങ്ങനെ അഡ്ജസന്റ് കാർബൺ ആറ്റത്തിൽ ഹാലജൻ ആറ്റം വരുന്നതിനെ നമ്മൾ പറയുന്ന പേര് വിസിനൽ ഡൈഹാലൈഡ് എന്നാണ് പറയുന്നത്. എന്താണ് വിസിനൽ ഡൈഹാലൈഡ്? തൊട്ടടുത്തടുത്തുള്ള കാർബൺ ആറ്റങ്ങളിൽ ഹാലജൻ ആറ്റം വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേര് വിസിനൽ ഡൈഹാലൈഡ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് വേറൊരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതല്ലായിരിക്കും. നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചു പോകും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതായിരിക്കും CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിനകത്ത് ക്ലോറിനെ ആഡ് ചെയ്യണം. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഈ ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ കാർബൺ വേണം ഈ ക്ലോറിനെ ആഡ് ചെയ്യാൻ. ഒരെണ്ണം ഇവിടെയും വരും, ഒരെണ്ണം ഇവിടെയും വരും. ഇവിടെയും വരുമ്പോൾ തന്നെ ഇങ്ങനെ വരും. CH3 സിംഗിൾ ബോണ്ട് CH, ഇതിലൊരു ക്ലോറിൻ, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ആവും. കാരണം ഈ ഡബിൾ ബോണ്ടിനെ പൊട്ടിച്ചാലേ പറ്റത്തുള്ളൂ, ഒരെണ്ണം മാറണം. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ CH2 എന്തെന്ന് വരും? ഇവിടെ Cl. ഇതിന്റെ പേര് 1,2 ഡൈക്ലോറോ പ്രൊപ്പൈൻ എന്ന് വരും. 1,2 ഡൈക്ലോറോ പ്രൊപ്പൈൻ എന്ന് വരും. ഇതും അഡ്ജസ്റ്റന്റ് കാർബൺ ആറ്റത്തിലാണ് ഹാലജൻ ഉള്ളതുകൊണ്ട് ഇവരെയും നമ്മൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മള് ആൽക്കീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൽക്കിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആൽക്കിൻ ഏതെങ്കിലുമൊക്കെ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ആദ്യം നമ്മൾ ആൽക്കീനെ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ആൽക്കെയിൻസ് ഉണ്ടായി. ആൽക്കീൻസിനെ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ വിസിനൽ ഡൈഹാലൈഡ് ഉണ്ടായി. ഇനി നമ്മൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് കാർബൺ ആറ്റത്തിൽ രണ്ട് ഹാലജൻ ആറ്റം വന്നു കഴിഞ്ഞാൽ ആ ഹൈഡ്രോ കാർബണിനെ നമ്മൾ ജനറലി പറയുന്ന പേര് വിസിനൽ ഡൈഹാലൈഡ് എന്നാണ്. രണ്ട് തൊട്ടടുത്തുള്ള കാർബൺ ആറ്റത്തിൽ. എന്നാൽ ഒരേ കാർബൺ ആറ്റത്തിൽ രണ്ട് ഹാലജൻ വന്നു കഴിഞ്ഞാൽ അവരെ എന്ത് വിളിക്കുന്ന അറിയാമോ? ജെമിനൽ ഡൈഹാലൈഡ് എന്ന് വിളിക്കും. അതിനെപ്പറ്റി അടുത്ത വർഷം പഠിക്കും, വിസിനലും ജെമിനലും ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. മൂന്നാമത്തെ ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ മുതലുള്ള കെമിക്കൽ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ഒരു നിയമം വരുന്നുണ്ട്, മാർക്കോണിക്കോഫ് റൂൾ എന്നൊക്കെ പറഞ്ഞൊരു നിയമം വരുന്നുണ്ട്. ആന്റി മാർക്കോണിക്കോഫ് റൂൾ, കറാഷ് ഇഫക്റ്റ്, പെറോക്സൈഡ് ഇഫക്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ടേംസ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അറിയത്തില്ലെങ്കിൽ ചോദിക്കുക. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഈ ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറയുന്നത് എന്താ? ഒരു ഹൈഡ്രജനും ഹാലജനും അത് ആരൊക്കെ വരാം? ഒന്നെങ്കിൽ HCl വരാം, അല്ലെങ്കിൽ HBr വരാം, അല്ലെങ്കിൽ HF വരാം, അല്ലെങ്കിൽ HI വരാം. ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഇവരാ. ഓക്കെ ആണല്ലോ? അപ്പം എപ്പോഴും ആലോചിച്ചോണം, നമ്മള് ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീനകത്താണ് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുകളിലത്തെ ഹൈഡ്രജൻ ആഡ് ചെയ്ത പോലെയും ക്ലോറിൻ ആഡ് ചെയ്ത പോലെ ആയിരിക്കും റിയാക്ഷൻ. എന്നാൽ നമ്മളൊരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനകത്തോട്ടാണ് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യുന്നതെങ്കിൽ മറ്റേ ഇതനുസരിച്ചായിരിക്കും. ഏതാണെന്നറിയാമോ? ഏതനുസരിച്ചാ? ഞാനിപ്പോ പറഞ്ഞ നിയമം അനുസരിച്ചായിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2. ഇത് ഈനല്ലേ? ഇതൊരു സിമെട്രിക്കൽ ആൽക്കീൻ. അതെന്താ സിമെട്രിക്കൽ ആൽക്കീൻ? സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണം സെയിം ആണെങ്കിൽ അത് സിമെട്രിക്കൽ ആൽക്കീൻ എന്നാണ് പറയുന്നത്. തെറ്റാണോ? ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പൊ ഇത് മുകളിൽ നോക്കി, ഇത് സിമെട്രിക്കൽ ആണോ? ഇത് സിമെട്രിക്കൽ അല്ല. കാരണം ഈ ഡബിൾ ബോണ്ട് ഇപ്പുറത്ത് രണ്ട് കാർബൺ ആറ്റവും ഇപ്പുറത്ത് ഒരു കാർബൺ ആറ്റവും ഉള്ളൂ. അപ്പൊ അത് സിമെട്രിക്കൽ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യാം. ഉദാഹരണം HCl ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായിരിക്കും സംഭവിക്കുന്നത്? നേരത്തെ പോലെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. H ഇവിടെ വരുന്നു, Cl ഇവിടെ വരുന്നു, ഈ ബോണ്ട് പൊട്ടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് എന്തായിരിക്കും വരുന്നത്? CH3 സിംഗിൾ ബോണ്ട് CH2, അതേലൊരു Cl. ഇവന്റെ പേര്
ക്ലോറോ ഈഥൈൻ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഈഥൈൽ ക്ലോറൈഡ് എന്നും പറയാം. ഈഥൈൽ ക്ലോറൈഡ് എന്നും പറയാം. ഈഥൈൽ ക്ലോറൈഡ് എന്നും പറയാം. അതായത് സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ ആണെങ്കിലാണ് ഇങ്ങനെ നടക്കുന്നത്. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ ആണെങ്കിൽ എന്തായിരിക്കും നടക്കുന്നതെന്ന് അറിയാമോ? അവിടെ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീൻ ആണെങ്കിൽ അഡീഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുന്ന ഒരു റൂളിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടക്കുന്നത്. ഇത് എഴുതിക്കോ, അത് പറഞ്ഞുതരാം. അടുത്ത ഒരു സിമെട്രിക്കൽ ആൽക്കിന്റെ ഇതും കൂടെ എഴുതി തരാം. നോക്കിയോ, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു CH, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് CH3. ഇവന്റെ പേര് ബ്യൂട്ട് 2 എന്നല്ലേ? ഇതും സിമെട്രിക്കൽ തന്നെയല്ലേ? ആണോ? ഇതും സിമെട്രിക്കൽ അല്ലേ? കാരണം എന്താ? ഡബിൾ ബോണ്ട് അപ്പുറത്ത് 2, ഇപ്പുറത്തും 2. ഇതിനകത്തോട്ട് ഞാൻ HBr ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹൈഡ്രജൻ ബ്രോമൈഡ്, അതും ആൽക്കൈൽ ഹാലൈഡാണ്, അല്ല ഹൈഡ്രജൻ ഹാലൈഡാണ്. അത് നോക്കിയേ, ഒരു ഹൈഡ്രജൻ ഡബിൾ ബോണ്ടിന്റെ ഇപ്പുറത്തെ കാർബണിലും ബ്രോമിൻ ഡബിൾ ബോണ്ടിന്റെ ഇപ്പുറത്തെ കാർബണിലും വരും ഈ ബോണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നോക്കിയോ, CH3 ഇവിടെ ഒരു CH ഉണ്ട്, ഒരു H കൂടെ വരുമ്പോൾ CH2 ആവും. പിന്നെ ഇവിടെ ഒരു CH, അതേലൊരു ബ്രോമിൻ വരും, ഇപ്പുറത്ത് CH3. ഇവന്റെ പേരെന്താ? 2 ബ്രോമോ ബ്യൂട്ടേൻ. 2 ബ്രോമോ ബ്യൂട്ടേൻ. തെറ്റാണോ? അപ്പം സിമെട്രിക്കൽ ആണെങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പോലെ, ക്ലോറിൻ ആഡ് ചെയ്യുന്ന പോലെ ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്ത്, ഡബിൾ ബോണ്ടിനെ പൊട്ടിച്ചിട്ട് ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാർബൺ ആറ്റത്തിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? എന്നാൽ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുന്ന റൂൾ ആയിരിക്കും ഫോളോ ചെയ്യുക. അപ്പം അതെന്താണെന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയണം. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് മാർക്കോണിക്കോഫ് റൂൾ എന്നൊരു ഹെഡിങ് എഴുതിക്കും. മാർക്കോനി, സ്പെല്ലിംഗ് നോക്കണം. മാർക്കോവ് നീ കോ, ഇതാണ് സ്പെല്ലിങ്. മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുന്നതേ ഉള്ളൂ. അതിന്റെ സ്പെല്ലിങ് അതിന്റെ രീതിയിലുള്ള സ്പെല്ലിംഗ് ആയിട്ട് കൃത്യമായിട്ട് എഴുതുക. പ്രൊണൗൺസ് ചെയ്യുന്ന പോലെ എഴുതരുത്. KOVNIKOF, മാർക്കോണിക്കോഫ് റൂൾ. മാർക്കോണിക്കോഫ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയാമോ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഇത് ശ്രദ്ധിച്ചോണേ, എല്ലാവരും മനസ്സിലാക്കിക്കോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കോണിക്കോഫ് റൂൾ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല ഫൈനൽ എക്സാമിന്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഈ മാർക്കോണിക്കോഫ് റൂൾ ആയിട്ടല്ല ചോദിക്കുന്നത്, വേറൊരു രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയോ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് when an unsymmetrical reagent is added to an unsymmetrical hydrocarbon. The negative part of the adding molecule will gets attached അല്ലെങ്കിൽ എല്ലാം കട്ട് ചെയ്തേരെ. molecule gets attached to the carbon atom, containing
lesser number of hydrogen atom. ഇതാണ് മാർക്കോണിക് റൂൾ പറയുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. അപ്പൊ നമുക്കൊരു റിയാക്ഷന്റെ സഹായത്തോട് നമ്മളൊരു അൺസിമെട്രിക്കൽ ഹൈഡ്രോ കാർബൺ എടുക്കുന്നു. CH2 CH ഡബിൾ ബോണ്ട് CH2 എഴുതുവാണെങ്കിൽ ആ എഴുത്ത് നിർത്തിയിട്ട് ഇവിടെ ശ്രദ്ധിക്കണേ. ഇതിനകത്തോട്ട് ഒരു അൺസിമെട്രിക്കൽ റിയേജന്റ്, ഇതും അൺസിമെട്രിക്കലാ. കാരണം എന്താ, ഇതിനകത്ത് ഇലക്ട്രോനെഗറ്റീവ് ബ്രോമിന് അപ്പൊ ഇലക്ട്രോനെഗറ്റീവ് കൂടുതലായതുകൊണ്ട് ഈ ബോണ്ടിനെ ബ്രോമിന്റെ അടുത്തോട്ട് നീക്കി വെക്കും. മാത്രമല്ല ഹൈഡ്രജൻ ചെറുതും ബ്രോമിൻ വളരെ വലുതുമാണ്. അപ്പം ഒരു ഷേപ്പ്, അതായത് പെർഫെക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഷേപ്പ് ഒന്നും അല്ല ഇതിന്. ഇതും അൺസിമെട്രിക്കലാണ്. അതുകൊണ്ടാണ് പറയുന്നത് when an unsymmetrical reagent is added to unsymmetrical hydrocarbon. അൺസിമെട്രിക്കൽ റിയേജന്റ് ഇതാണ്, അൺസിമെട്രിക്കൽ ഹൈഡ്രോകാർബൺ ഇതാണ്. ഓക്കെ ആണ്, രണ്ടും അൺസിമെട്രിക്കലാണ്. അപ്പം ഈ അൺസിമെട്രിക്കൽ ഹൈഡ്രോ കാർബണിന്റെ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ബ്രോമിൻ ആയിരിക്കും നെഗറ്റീവ് പാർട്ട്. ഇതായിരിക്കും അതിന്റെ നെഗറ്റീവ് പാർട്ട്, ഇതായിരിക്കും അതിന്റെ പോസിറ്റീവ് പാർട്ട് ആണല്ലോ. ഈ റൂൾ പറയുന്നത്, നമ്മൾ നേരത്തെ റൂൾ അനുസരിച്ച് എന്തുവായിരുന്നു? ഹൈഡ്രജൻ തേണ്ടി ഇവിടെയും ബ്രോമിൻ തേണ്ടി ഇവിടെയും പോകുന്നതാണ്, ശരിയല്ലേ? എന്നാൽ അങ്ങനെയല്ല, അൺസിമെട്രിക്കൽ ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ, ഇത് അൺസിമെട്രിക്കൽ ആണെങ്കിൽ negative part of the adding molecule will goes to the carbon atom having lesser number of hydrogen atom എന്നാ പറയുന്നത്. ഓക്കെ, ആൻഡ് പോസിറ്റീവ് പാർട്ട് വിൽ ഗോസ്, അത് പറഞ്ഞിട്ടില്ല, പക്ഷെ പോസിറ്റീവ് പാർട്ട് ഗോസ് ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ നിങ്ങൾ ചിന്തിക്കല്ലേ, മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ ഇതല്ലേ? അങ്ങനെ ചിന്തിക്കല്ലേ, കാരണം ഇവിടെ ഇനി വരുമോ? ഓൾറെഡി CH3 ആയി. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത്, ഡബിൾ ബോണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ ആറ്റവും മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ ആറ്റവും ആണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ നെഗറ്റീവ് പാർട്ട് വിൽ ഗോസ് ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് എന്താ? ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ഇവിടുത്തെ കോമ്പൗണ്ട്, ഇവിടുത്തെ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാകുന്നത്? CH3 CH, ഇതേലൊരു Br, പിന്നെ ഒരു CH3, ബോണ്ട് പൊട്ടും, ശരിയല്ലേ? അപ്പം ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? 2 ബ്രോമോ എഴുതല്ലേ, 2 ബ്രോമോ പ്രൊപ്പൈൻ എഴുതല്ലേ, പ്രൊപ്പൈൻ. ഓക്കെ, എന്നാൽ ഇത് ഇവിടത്തെ മേജർ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് ഇത് ഏകദേശം ഒരു 99% ഇതായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ മറ്റേ പ്രൊഡക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതാ? ഈ ഹൈഡ്രജൻ പോയിട്ട് ഇവിടെയും ബ്രോമിൻ പോയിട്ട് ഇവിടെയും അറ്റാച്ച് ചെയ്യുന്ന രീതിയിലും വേണമെങ്കിൽ കോമ്പിനേഷൻ ഉണ്ടാവാം. പക്ഷെ അത് ഒരു 1% താഴെ മാത്രമേ ആ കോമ്പൗണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ എഴുതുമ്പോൾ അതും കൂടെ എഴുതുക. പക്ഷെ ഇത് മേജർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. ഇതെന്ന് നോക്കിയേ, CH3 CH2 Br, ഇത് 1 ബ്രോമോ പ്രൊപ്പൈൻ. ഇത് എഴുതിയിട്ട് മൈനർ പ്രൊഡക്റ്റ് എന്ന് എഴുതണം. ഓക്കെ ആണോ? തെറ്റാണോ? അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രൊഡക്റ്റ്, ഇതാണ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ മറ്റേതും കൂടെ എഴുതി, മറ്റേതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷെ വളരെ കുറച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു റൂളിനാണ് നമ്മൾ മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് എഴുതിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി
ആന്റി മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുന്ന റൂളാണ്. ഇതിന് ഓപ്പോസിറ്റ് നടക്കും. ഇതിന് ഓപ്പോസിറ്റ് നടക്കും എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? ഇപ്പൊ നെഗറ്റീവ് പാർട്ട് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമുള്ള കാർബൺ ആറ്റത്തിലാണ് ജോയിൻ ചെയ്തതെങ്കിൽ ആന്റി മാർക്കോണിക്കോഫ് റൂൾ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് പാർട്ട് പോയിട്ട് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമുള്ള കാർബൺ ആറ്റത്തിൽ പോയി ജോയിൻ ചെയ്യും. അപ്പം ഈ പ്രൊഡക്റ്റുകൾ നേരെ തിരിക്കും. ഇവിടെ ഇത് മേജറും ഇത് മൈനറും ആയിരുന്നു. അവിടെ വരുമ്പോൾ എന്ത് വരും? ഇത് മേജറും ഇത് മൈനറും വരും. മനസ്സിലായോ? അപ്പൊ അത് നമുക്ക് നോക്കാം. പക്ഷെ അത് ഒരു റിയജന്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഈ സെയിം റിയാക്ഷൻ തന്നെ പെറോക്സൈഡിന്റെ പ്രസൻസിൽ നടത്തി കഴിഞ്ഞാൽ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചല്ല നടക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും നടക്കുന്നത്. അതിനെ നമ്മൾ ആന്റി മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയും. അതിനെ തന്നെ കറാഷ് ഇഫക്റ്റ് എന്ന് പറയും. അതിനെ തന്നെ പെറോക്സൈഡ് ഇഫക്റ്റ് എന്നും പറയും. ഓക്കെ ആണല്ലോ? അപ്പം അടുത്ത ഹെഡിങ് എഴുതിക്കും ആന്റി മാർക്കോണിക്കോഫ് റൂൾ. ആന്റി മാർക്കോണിക്കോഫ് ആന്റി മാർക്കോണിക്കോഫ് ആന്റി മാർക്കോണിക്കോഫ്. അപ്പം ആന്റി മാർക്കോണിക്കോഫ് റൂളിനകത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താണെന്ന് അറിയാമോ? നോക്കിക്കോളൂ. ആന്റി മാർക്കോണിക്കോഫ് റൂളിനകത്ത് അത് എഴുതണം, അതിന്റെ സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതാം. ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് addition of hydrogen halide to an unsymmetrical alkene takes place against Markovnikov rule. That is negative part of the adding molecule will goes to the carbon atom having more number of hydrogen atom, more number of hydrogen atom. This effect is also known as peroxide effect or Karash effect. Negative part of the adding molecule will goes to the carbon atom having more number of hydrogen atom. This effect is also known as peroxide effect or Karash effect. Karash effect. Hydrogen atom. Okay, അതിന്റെ റിയാക്ഷൻ വരുമ്പോൾ എങ്ങനെ വരും? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇവിടെ മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റമുള്ള കാർബൺ ഏതാ? ഡബിൾ ബോണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തും ഇതാണ് അല്ലേ? കുറവ് ഇത് നോക്കരുതേ, ഡബിൾ ബോണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള നോക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ HBr ആഡ് ചെയ്യാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന എന്തിന്റെ പ്രസൻസിലാണെന്ന് അറിയാമോ? പെറോക്സൈഡിന്റെ പ്രസൻസിലാണ്. ഈ പെറോക്സൈഡ് ഇവിടെ എഴുതിയാൽ മാത്രമേ ആന്റി മാർക്കോണിക്കോഫ് റൂൾ ആകത്തുള്ളൂ. അപ്പൊ എന്താ? നെഗറ്റീവ് പാർട്ട് വിൽ ഗോസ് ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇവിടെയും ഇതെവിടെ വരും? ഇത് ഇവിടെയും വരും. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് മേജർ പ്രൊഡക്റ്റ് CH3 CH2
CH2Br. അതായത് ഇവിടെ 1 ബ്രോമോ പ്രൊപ്പൈൻ ആയിരിക്കും മേജർ. ബ്രോമോ പ്രൊപ്പൈൻ മേജർ പ്രൊഡക്റ്റ്, മേജറാണ്. എന്നാൽ മറ്റേ പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, എന്താ മറ്റേ പ്രൊഡക്റ്റും ഉണ്ടാവാം. ഏതാ? ബ്രോമിൻ പോയിട്ട് അടുത്ത കാർബണിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുക, അങ്ങനെ വേണേ ഉണ്ടാവാം. അത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് CH3 CH ബ്രോമിൻ ഇവിടെ വന്നു, ഇവിടെ എന്താ CH3, ഇത് 2 ബ്രോമോ പ്രൊപ്പൈൻ, 2 ബ്രോമോ പ്രൊപ്പൈൻ, ഇത് മൈനർ പ്രൊഡക്റ്റ് ആണ്, മൈനർ പ്രൊഡക്റ്റ്. ഓക്കെ ആണോ? എല്ലാവരുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, നോക്കിക്കോളൂ. അലൻ ഓക്കെ ആണോ? അലൻ അർജുൻ ഒക്കെ ഓക്കെ ആണോ? അലൻ അർജുൻ ഓക്കെ സാർ. ഓക്കെ. അനഘ ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. അന്ന എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സർ. ഓക്കെ. അനുഷ്ക, അലീഷ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഓക്കെ. ധനു, ജോഹാൻ, ജ്യോതിസ്, ഓക്കെയാണ് സാർ. ഓക്കെയാണ് സാർ. പാർവണ, പ്രവീൺ, ഓക്കെയാണ് സാർ. ഓക്കെയാണ് സാർ. പ്രവീൺ ഓക്കെ ഫൈൻ. ഓക്കെ. സാർ മറ്റേ എക്സാം കൂടെ ഒന്നും കൂടെ കാണിക്കാവോ? വേണ്ട ഇതാ രണ്ടാമത്തെ ആണോ? ആ സാർ. ഇതാ. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ അടുത്തത് നാലാമത്തെ അഡീഷൻ ഓഫ് വാട്ടർ ആണ്. നാലാമത്തെ അല്ലേ കെമിക്കൽ റിയാക്ഷൻ അല്ലേ? അഡീഷൻ ഓഫ് വാട്ടർ. സാറേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഏതാ? എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോ, ചോദിച്ചോ. ഈ മാർക്കോവ്നിക്കോവ് റൂളില് ഈ ഹാലോജൻ ഗ്രൂപ്പ്സിന്റെ കൂടെ ഇത് ആവത്തുള്ളൂ? കേട്ടില്ല, പറഞ്ഞേ. മീൻസ് മാർക്കോവ്നിക്കോവ് റൂൾ ഹാലോജൻ ഗ്രൂപ്പ്സിന്റെ കൂടെ ഇത് ആവത്തുള്ളൂ? ഹൈഡ്രജൻ ഹാലജനെ ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഹാലജനെ HClO, HBrO, HIO, HFO. അപ്പൊ ഇത് തന്നെ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ സെയിം റൂൾ തന്നെ ഫോളോ ചെയ്യുമോ? NaOH. അതെ. NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആണ് നടക്കുന്നത്. അത് ഈ റിയാക്ഷൻ അല്ല, ഇതുമായിട്ട് എൻ്റെ ഇതുപോലെ തന്നെയാണ്, പക്ഷെ മാർക്കോണിക്കോഫ് റൂൾ എന്നല്ല പറയുന്നത്, അതിന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നൊക്കെയാ പറയാ. മനസ്സിലായോ? ശരി സാർ. ഓക്കെ. അത് അടുത്ത വർഷം പഠിക്കാം. നമുക്ക് അടുത്ത വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ റിയാക്ഷന്റെ ഒരു 50 റിയാക്ഷൻ ആണ് മൊത്തം പഠിക്കാനുള്ളതെങ്കിൽ അടുത്ത വർഷം 500 റിയാക്ഷൻ പഠിക്കാനുണ്ട്, എല്ലാ ചാപ്റ്ററും കൂടെ 500 എണ്ണം പഠിക്കാനുണ്ട് ഏകദേശം. കെമിസ്ട്രി, ഓർഗാനിക് എന്ന് പറയുമ്പോൾ 5 ചാപ്റ്ററാണ്. 5 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഓരോന്ന് സബ് ഡിവിഷനാണ്. ഒരു ചാപ്റ്ററിൽ 3 കോമ്പൗണ്ടുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പം അവിടെ നമ്മൾ പഠിക്കും ന്യൂക്ലിയോഫിലിക്, ഇലക്ട്രോഫിലിക്, എലിമിനേഷന്, അതേപോലെ തന്നെ റീമർത്തിമാൻ റിയാക്ഷൻ, അതേപോലെ തന്നെ സ്വാർട്സ് റിയാക്ഷൻ, അതേപോലെ ഈ വർഷം ഒരു 10-40. ഇപ്പൊ ഇതിനകത്ത് എഴുതുന്ന എത്രയും ഇപ്പൊ തന്നെ കുറെ ആയില്ലേ, 10-30 ആയില്ലേ. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്, 10-20 കൂടെ കാണും. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം അഡീഷൻ ഓഫ് വാട്ടർ, ഇതും മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച്, അല്ലെങ്കിൽ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചല്ല ഇത് ആഡ് ആവുന്നത്, പക്ഷെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇത് ആഡ് ആവുന്നത്. ഇപ്പൊ നമ്മുടെ ജ്യോതിസ് ചോദിച്ചതിന്റെ ഡൗട്ട് നോക്കിയോ, ഇവിടെ നോക്കിയോ, CH3 CH2 CH ഡബിൾ ബോണ്ട് CH2, ഇതിനകത്തോട്ട് ഞാൻ വാട്ടറിനെ ആഡ് ചെയ്യുക, H2നെ നിങ്ങൾ 2 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുക, Hഉം OHഉം. അപ്പൊ അതിന്റെ നെഗറ്റീവ് പാർട്ട് ഇതാണ്, പോസിറ്റീവ് പാർട്ട് ഇതാണോ നിങ്ങൾ അങ്ങ് എടുക്കുക. ആന്റി മാർക്കോണിക്കോഫ് റൂൾ മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ചൊന്നും അല്ല, ഞാൻ അങ്ങ് പറയാണ് അതിന്റെ അതേപോലെ തന്നെ. അപ്പൊ നോക്കി, മാർക്കോണിക്കോഫ് റൂൾ അനുസരിച്ച് പോലെയാണെങ്കിൽ ഈ നെഗറ്റീവ് പാർട്ട് എവിടെ പോകും? വിൽ ഗോസ് ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. പോസിറ്റീവ് പാർട്ട് എവിടെ പോകും? ഇതിന്റെ ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് നോക്കി, CH3 CH2 CH, ഇതിലാണ് എന്ത് വരുന്നത്? OH വരുന്നത്. സിംഗിൾ ബോണ്ടായി ഇവിടെ CH3 വരും. ഇതിന്റെ പേര് എന്താണ്? ബ്യൂട്ടൻ 2 ഓളെന്ന് വരും.
അപ്പൊ ഇവിടെ രണ്ട് പ്രോഡക്റ്റ് ഒന്നുമില്ല, മേജർ മൈനർ ഒന്നുമില്ല, ഇവിടെ ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. നാലാണോ അഞ്ചാണോ റിയാക്ഷൻ നമ്മൾ പഠിച്ചത്? ഉറപ്പാണോ? ഇതിനകത്ത് എന്തുവാ OH ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബണിനെ തന്നെ. ഇത് മാർക്കോണിക് ഫോർമുല അനുസരിച്ചൊന്നും അല്ല നടക്കുന്നത്. പക്ഷെ ഇത് അതുപോലെ ആയതുകൊണ്ടാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ഇവിടെ തന്നെ തന്നത്. മനസ്സിലായോ? ഇനി നോക്കിക്കോളൂ, അടുത്തത് അഞ്ചാമത്തെ റിയാക്ഷൻ ഓസോണലിസിസ്. ഇതൊക്കെ പഠിച്ചോണം കേട്ടോ, ഇത് ഇതേപോലെ തന്നെ പഠിച്ചോണം. ഓസോണലിസിസ് അടുത്ത ഹെഡിങ് അഞ്ചാമത്തേത് ഓസോണലിസിസ്. ഓസോണലിസിസ് ഓസോണലിസിസ് എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് ഓസോൺ ആണെന്നുള്ള കാര്യം മനസ്സിലായിക്കോണം. അഡീഷൻ ഓഫ് ഓസോൺ. ഈ ഓസോൺ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? നമുക്കറിയാം ഓസോൺ പാളികളൊക്കെ ഇല്ലേ, നമുക്കറിയാലോ ഓസോൺ ലെയർ നമ്മുടെ സൂര്യന്റെ ഹാർംഫുൾ ആയിട്ടുള്ള രശ്മികളിൽ നിന്നും നമ്മുടെ ഭൂമിയെയും ഭൂമിയിലുള്ള മനുഷ്യരെയും മറ്റ് ഓർഗാനിസത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഓസോൺ ലെയർ. അതിന്റെ ഫോർമുല O3 എന്നാണ്. അപ്പൊ നമ്മൾ ആൽക്കീൻസിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ഓസോണിനെ ആഡ് ചെയ്യാൻ പോവാം. ഇത് പഠിച്ചു വെക്കേണ്ട ഏതാണെന്നറിയോ? ഓസോണലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, വീട് പോലെയുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഓസോണലിസിസ് എന്ന് ആലോചിക്കുക. എന്താണ്? വീട് പോലെയുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്ന റിയാക്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അടുത്ത വർഷം അത് പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ പറയും, അടുത്ത വർഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയും വീട് പോലെയുള്ള ഒരു റിയാക്ഷൻ, നമ്മൾ വീട് പോലെയുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്ന റിയാക്ഷൻ പഠിപ്പിച്ചു എന്ന് നമ്മൾ ആ പ്ലസ് വണ്ണിൽ പഠിപ്പിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം. അല്ലാതെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതിരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയോ, നമ്മളൊരു ആൽക്കീൻ എടുക്കുന്നു, CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിനകത്തോട്ട് ഞാൻ O3നെ ആഡ് ചെയ്യാൻ പോവാ. ശ്രദ്ധിച്ചോണം, ഈ O3 എങ്ങനെ ആഡ് ആവുന്നതെന്ന് ശ്രദ്ധിച്ചോണം. എങ്ങനെ ആഡ് ആവുന്നതെന്ന് നോക്കിക്കോണം. ഇവിടെ ഈ ഡബിൾ ബോണ്ട് അങ്ങോട്ട് പൊട്ടിയിട്ട് നോക്കി, O3 തന്നെ ഇങ്ങനെ CH3 CHനെ അനക്കണ്ട. ഓക്കെ, ഇതേലോട്ട് കണ്ടോ, ഒരു വീടിന്റെ മേൽക്കൂര പോലെ ഒരു ഓക്സിജൻ കൊണ്ട് കണക്ട് ചെയ്യുക. ഇവിടെ CH2 അതേപോലെ തന്നെ കൊടുക്കും. അപ്പം ഇതും അതേപോലെ തന്നെ കൊടുക്കും, ഇതും അതേപോലെ തന്നെ എടുക്കും. ഡബിൾ ബോണ്ട് മാത്രം നമ്മൾ മാറ്റിയിട്ട് വേറെ രീതിയിൽ അറേഞ്ച് ചെയ്യണം. 3 ഓക്സിജനകത്ത് കയറണമല്ലോ. അപ്പോൾ ഒരു ഓക്സിജൻ ഉണ്ട് ഇവിടെ, ഒരു ഓക്സിജൻ ഉണ്ട് ഇവിടെ, ഇവര് തമ്മിൽ ഒരു ബോണ്ട്. കണ്ടോ, ഇതൊരിപ്പോ ഒരു വീട് പോലെ അല്ലേ? നമ്മളൊരു വീട് പോലെ വരയ്ക്കുന്നില്ലേ? വീട് പോലെ ഇല്ലേ? കണ്ടോടാ, ഏകദേശം പണ്ടൊക്കെ കുഞ്ഞിലെ വരയ്ക്കുന്ന വീട് പോലെ ഉണ്ടല്ലേ? ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നറിയോ? ഇതിനകത്തോട്ട് ഞാൻ സിങ്ക് ഓക്സൈഡിനെ ആഡ് ചെയ്യാൻ പോവാം. അതായത് അല്ല, സിങ്കിനെ ആഡ് ചെയ്യാൻ പോവാം. സിങ്കിനെ ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? ഈ ബോണ്ട് രണ്ട് ഇങ്ങനെ കട്ടാവും, ഈ ബോണ്ട് രണ്ട് ഇങ്ങനെ കട്ടാവും. അപ്പൊ നോക്കിയോ, ഈ കോമ്പൗണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് എന്താവും നോക്കിയേ. അതായത് ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH ഉണ്ട്, ആണോ? ആണ്. പിന്നെ ഒരു OU ഉണ്ട്. ഈ ബോണ്ട് കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചുറ്റിനും ഇപ്പൊ എത്ര ബോണ്ട് വരണം നോക്കി. ഇവിടെ ഇപ്പൊ ഒരു CH3, ഈ സീന് ചുറ്റും കണ്ടോ CH. അപ്പൊ ഇവിടെ ഒരു ആരൂടുണ്ട്, ഒരു ഓയും കൂടെ ഉണ്ട്. പക്ഷെ O വരുമ്പോ ഇനി എത്ര ബോണ്ട് കൂടെ വരണം? C ഡബിൾ ബോണ്ട് O വന്നാലേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? കാരണം ഇവനിപ്പോ എന്തായിട്ട് മാറി? ഇവനൊരു ആൽഡിഹൈഡാണ്. കണ്ടോ, CH3 CH അതിനർത്ഥം ആൽഡിഹൈഡാണ്. ഇവന്റെ പേര് യഥനാലാണ്. യഥനാലാണ്. ഇത് ശരിക്കും ഇങ്ങനെ എഴുതുന്ന പോലെ ഉള്ളൂ, CH3 CHO എന്ന് എഴുതുന്ന പോലെ ഉള്ളൂ. ശരിയല്ലേ? പ്ലസ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും നോക്കിയോ. ഇവിടെ ഒരു ഓൾറെഡി ഒരു എന്തുണ്ട്? CH2 ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട് ഇല്ലേ? ഈ CH2നെ ഞങ്ങൾ വിടർത്തി. പിന്നെ ഇനി എന്തുകൊണ്ടുണ്ട്? അതേൽ എന്തുകൊണ്ടുണ്ട്? താഴോട്ട് ഒരു ഓയും കൂടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇനി എന്ത് വരണം? ഡബിൾ ബോണ്ട്. അപ്പൊ HCHO എന്നായി വരുന്നത്. ശരിയല്ലേ? ഇതിനർത്ഥം എന്തോ? ഇതും ഒരു ആൽഡിഹൈഡ് തന്നെയല്ലേ? ആൽഡിഹൈഡ് തന്നെയല്ലേ? ഇവന്റെ പേര് മെഥനാൽ എന്നാണ്. ഇവന്റെ എന്താ? HCHO എന്നാണ് നമ്മൾ ഇവനെ ജനറലി ഇവന്റെ കണ്ടൻസ്ഡ് ഫോർമുല നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് HCHO എന്നാണ്. ഓക്കെ ആണല്ലോ?
ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഈ മോളിക്കൂളിനെ നമ്മൾ പറയുന്ന പേര് എന്നറിയോ? അതായത് വീട് പോലെയുള്ള മോളിക്കൂളിനെ നമ്മൾ പറയുന്ന പേര് ഒസോണൈഡ് എന്നാണ്. ഒസോണൈഡ് എന്നാണ്. എഴുതിക്കോളൂ, ചെറുതാക്കി തരാം. അറിയത്തില്ലെങ്കിൽ ചോദിക്കുക, എങ്ങനെയാ വന്നതെന്നുള്ള കാര്യം അറിയത്തില്ല, ചോദിക്കുക. ആ താഴെ അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയും ചേർത്ത് എഴുതി വെച്ചേക്കണം കേട്ടോ. CH3 CHO ആണ് അതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അതുകൂടെ എഴുതിയേക്കണം. സർ അതൊന്നുകൂടെ പറഞ്ഞുതരാൻ പറ്റുമോ? ആ ലാസ്റ്റ് ആണ് ഒന്നുകൂടെ പറഞ്ഞുതരാൻ പറ്റുമോ? ഒന്നുകൂടെ പറയാമോ? ആ ഓക്കെ, ഇവിടെ നോക്കിയോ. ഇവിടെ ഞാൻ ഇതിനെ അങ്ങ് തുടച്ചു മാറ്റുകയാണ്. അതേപോലെ തന്നെ നോക്കിയോ, ഈ ഒസോണൈഡ് ഫോം ചെയ്യുന്നിടം വരെ ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒസോണൈഡിന്റെ അകത്ത് ഞാൻ സിങ്കും വാട്ടറും കൂടെ ആഡ് ചെയ്യുമ്പോൾ സമയത്ത് ബോണ്ട് കട്ടാവുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതങ്ങ് കട്ടായി പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ഇതങ്ങ് കട്ടായി പോകുന്നു. ഓക്കെ, ഇങ്ങനെ കട്ടായി പോയി കഴിഞ്ഞാൽ ഇത് ചേർന്നിട്ട് ഒരു കോമ്പൗണ്ടും ഇത് ചേർന്നിട്ട് ഒരു കോമ്പൗണ്ടുമാണ് ഉണ്ടാകുന്നത്. നോക്കാം നമുക്കത് എങ്ങനെയാണ്. ഇവിടെ ഒരു CH3, ഇവിടെ പിന്നെ കിടക്കുന്ന എന്താ, ഒരു CH എന്ന് പറയുമ്പോൾ C ബോണ്ടഡ് വിത്ത് H. പിന്നെ ഇതിൽ ഒരു സിംഗിൾ ബോണ്ട് O ആ കിടക്കുന്നത്. ഒരു കാർബൺ ചുറ്റിന് എത്ര ബോണ്ട് വരണം? മറ്റേ ടൈപ്പ് 4. അപ്പൊ ഇനിയിപ്പോ ഇവിടത്തെ ഓൾറെഡി ഈ ബോണ്ട് ഇങ്ങോട്ടുള്ള ബോണ്ട് പൊട്ടിപ്പോയി അല്ലേ? ഇനിയിപ്പോ അവിടെ ബോണ്ട് ഒന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? സിയും ഓയും ആയിട്ട് എപ്പോഴും ഡബിൾ ബോണ്ടേ വരത്തുള്ളൂ. അപ്പൊ ആ ബോണ്ട് തന്നെ ഇവിടെ തന്നിടുക. അപ്പം ഇതിപ്പോ എന്താ? ഇതിപ്പം CH3 CHO എന്ന് എഴുതുന്ന പോലെ ഉള്ളൂ അല്ലേ? അപ്പൊ ഇതെന്താ? CH3 CHO ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ആൽഡിഹൈഡ് ആണ്, നമുക്കറിയാം. ഇവനൊരു ആൽഡിഹൈഡ് ആണ്. അതെന്താ? ആൽഡിഹൈഡിന്റെ പേരെന്താ? 2 കാർബൺ ഉള്ള ആൽഡിഹൈഡ് ആണ്. അപ്പം എഥനാൽ എന്ന് വരും. പ്ലസ് ഇവിടത്തെ കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഇവിടെ ഓൾറെഡി സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ ഈ CL 2 ഹൈഡ്രജൻ ഉണ്ടെന്നാണ് അതിനർത്ഥം. പിന്നീട് താഴോട്ട് ഒരു ബോണ്ട് പോയിട്ടുണ്ട് O. എന്തായാലും കാർബൺ ചുറ്റിന് എത്ര എണ്ണം വരണം? 4. അത് ഓക്സിജനുമായിട്ട് ഒരിക്കലും സിംഗിൾ ബോണ്ട് വരില്ല. അത് എന്താണ്? ഡബിൾ ബോണ്ട് ആയിരിക്കും. കണ്ടോ? അപ്പൊ ഇത് HCHO അങ്ങനെയല്ലേ? HCHO ഇങ്ങനെയല്ലേ കിടക്കുന്നത്? അപ്പൊ ഇവനും CHO വന്നു, ഇവനും ആൽഡിഹൈഡ് തന്നെയാണ്. ഇവന്റെ പേര് ഒരു കാർബണുള്ള ആൽഡിഹൈഡ് ആണ്. ഇവനെ നമ്മൾ മെത്തനാൽ എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ സർ. ആണെങ്കിലേ ആണെന്ന് പറയാവൂ. കൺഫേം ആണെങ്കിലേ ആണെന്ന് പറയാവൂ. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി അടുത്ത ഒരു, അപ്പൊ നമ്മള് കെമിക്കൽ റിയാക്ഷൻ ഓഫ് എന്ത് കഴിഞ്ഞു? കെമിക്കൽ റിയാക്ഷൻ ഓഫ് എന്താണ്? ആൽക്കീൻസ് കഴിഞ്ഞു. നമ്മൾ ആദ്യം പഠിച്ചത് ഹൈഡ്രോ കാർബൺ എന്താണെന്ന് പഠിച്ചു. ഹൈഡ്രോ കാർബണിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പഠിച്ചു. ഹൈഡ്രോ കാർബണിനകത്ത് ആൽക്കീൻ ഉണ്ട്. പിന്നെ ഹൈഡ്രോ കാർബണിനകത്ത് അരോമാറ്റിക് ആയിട്ടുള്ള ബെൻസീനും ഉണ്ട്. നമ്മൾ ആൽക്കെയിൻ പഠിച്ചിട്ട് ആൽക്കെയിന്റെ ജനറൽ ഫോർമുല പഠിച്ചു. ആൽക്കെയിന്റെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ആൽക്കെയിന്റെ പ്രിപ്പറേഷനും ആൽക്കെയിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും പഠിച്ചു. അടുത്ത ആൽക്കീൻ എടുത്തു. ആൽക്കിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ആൽക്കിന്റെ പ്രിപ്പറേഷനും ആൽക്കിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിനിടയിലൊക്കെ ഇതിന് എന്താണ് കൺഫോർമേഷൻ, അതേപോലെ തന്നെ എന്താ മറ്റേ സിസ്ട്രാൻസ് ഐസോമർസ് ഒക്കെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അവിടെ പഠിച്ചു. ഇനി മൂന്നാമത്തെ കോമ്പൗണ്ട് ഏതാ? മൂന്നാമത്തെ കോമ്പൗണ്ട് ആൽക്കൈൻ ആണ്. അപ്പൊ ആൽക്കൈന്റെ ജനറൽ ഫോർമുല ഒക്കെ നമുക്കറിയാം, അത് പറയണം. അത് കഴിഞ്ഞിട്ട് ആൽക്കൈന്റെ പ്രിപ്പറേഷൻ, ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് ബെൻസീനും കൂടെ ഉണ്ട് ഹൈഡ്രോ കാർബണിനകത്ത്. ബെൻസീന്റെ പ്രിപ്പറേഷൻ, ബെൻസീന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇന്ന് നമുക്ക് ആൽക്കൈൻ കൂടെ പഠിപ്പിക്കാനുള്ള സമയം കിട്ടത്തുള്ളതാണ് എന്റെ ഒരു തോന്നല്. അപ്പൊ നമുക്ക് അതുകൂടെ പഠിപ്പിക്കാം. നോക്കിക്കോളൂ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ഹെഡിങ് എഴുതിക്കോ. ആൽക്കൈൻ ഹെഡിങ് എഴുതിക്കോ. ആൽക്കൈൻ ഹെഡിങ് എഴുതാം.
ആൽക്കൈൻ ഹെഡിങ് എഴുതിയിട്ട് ജനറൽ ഫോർമുല എന്ന് പറയുമ്പോൾ CnH2n-2 ആണെന്ന് എഴുതുക. എന്നിട്ട് അടുത്ത് എഴുതേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈനകത്ത് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഫ്രം കാൽസ്യം കാർബൈഡ്. ഫ്രം കാൽസ്യം കാർബൈഡ്. ഫ്രം കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡിൽ നിന്ന് നമുക്ക് ആൽക്കൈൻ. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എന്താ? C∼C വരുന്ന ആൾക്കാരെയാണ് ആൽക്കൈൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാൽസ്യം കാർബൈഡിൽ നിന്ന് എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. കാൽസ്യം കാർബൈഡിന്റെ ഫോർമുല CaC2 എന്നാണ്. CaC2. ഓക്കെ, അപ്പൊ നോക്കിയോ, ഞാൻ CaC2 എടുക്കുന്നു. അതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും അറിയാമോ? അവിടെ ഉണ്ടാകുന്ന ആളാണ് C2H2 എന്ന് പറയുന്ന ആള്. ഇവൻ ആൽക്കൈൻ ആണ്. ഇതെങ്ങനെയാ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടൻസ്ഡ് ആക്കിയിട്ടേ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ, വിടർത്തി ഒന്നും അവർ വരയ്ക്കത്തില്ല. ഓക്കെ, എന്നാൽ എന്നിട്ട് പ്ലസ് എന്താ CaOH2 ഉണ്ടാവും ഇതിന്റെ കൂട്ടത്തിൽ. നമുക്ക് വേണ്ടത് ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. ആൽക്കൈനെ നമ്മൾ പ്രിപ്പയർ ചെയ്തു. എന്ത് ചെയ്തു? കാൽസ്യം കാർബൈഡിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്നറിയാമോ? ഇതിനെ തന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് CaC2നെ ഇതിനെ നമുക്ക് കുറച്ചുകൂടി വിടർത്തി പറയുകയാണെങ്കിൽ CaC2നെ HOHുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കൂടെ പറയാം. നോക്കിയോളൂ. CaC2നെ നമുക്ക് Cn ഇങ്ങനെ എഴുതിയിട്ട് ഒരു C ഇവിടെയും ഒരു C ഇവിടെ. ഇതാണോ CaC2? ഇതിനകത്ത് 2 മോളിക്കൂൾ H2 ഉണ്ട്. 2 മോളിക്കൂൾ H2, ഒരു മോളിക്കൂളിനെ ഞാൻ HOH എന്നും അടുത്ത മോളിക്കൂളിനെ ഞാൻ HOH എന്നും കൺസിഡർ ചെയ്യാം. ട്രിക്കാണ് ഈ റിയാക്ഷൻ ഓർത്ത് വെക്കാനുള്ളത്. അപ്പൊ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി. ഈ Caയും ഈ OHും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ചേരും. ഈ Caയും ഈ OHും ഇങ്ങനെ അങ്ങോട്ട് ചേരും. അപ്പൊ നോക്കി, CaOH 2 പ്രാവശ്യം. CaOH. ഇനി നോക്കിയോ, ഈ CHും ഈ CHും കൂടെ എന്ത് ചെയ്യും? ചേരും. CH ബോണ്ടഡ് വിത്ത് CH എന്താ? C2H2 അല്ലേ? C2H2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അത് CH ട്രിപ്പിൾ ബോണ്ട് CH അല്ല, C2H2 അല്ലല്ലോ, സോറി. ഓക്കെ, C ട്രിപ്പിൾ ബോണ്ട് എന്താണ്? നോക്കിയോ. അപ്പൊ നമുക്ക് ഇതിനെ ഈ രീതിയിൽ കൂടെ ഒന്ന് വരച്ച് കാണിക്കാം. CA ഇതിന്റെ ഇതാണ് ഇതിന്റെ ട്രിക്ക്, ഓർത്ത് വെക്കാനുള്ള ട്രിക്ക്. ഇത് വേണം വരച്ചിട്ടേക്കണം. ഇതിന്റെ നമുക്ക് മനസ്സിലാവുന്ന ടൈപ്പ് റിയാക്ഷൻ തന്നെ ഇങ്ങനെയാണ്. CaC2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 HOHുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് H. ഇത് തന്നെയാണ് C2H2 എന്ന് പറയുന്നത്. ഓക്കെ, പ്ലസ് എന്തുണ്ടാവും? CaOH2 ഉണ്ടാവും. ഇങ്ങനെയും പഠിക്കാം, ഇങ്ങനെ ഓർത്തു വെക്കാം. ഇവർ രണ്ടുപേരും ഇങ്ങനെ ചേരുന്ന സമയത്ത് ഇതിനിടയിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിച്ചോ. മനസ്സിലായി? അങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. 2 റിയാക്ഷനും 2 രീതിയിലും വേണം എഴുതി വെച്ചോണം. അപ്പൊ നമുക്ക് ആൽക്കൈന്റെ പ്രിപ്പറേഷൻ അധികം ഒരൊറ്റ പ്രിപ്പറേഷൻ മാത്രം പഠിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ ആണ്. ഹെഡിങ് എഴുതിയോളൂ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യത്തേത് ആൽക്കൈനകത്തോട്ട് വാട്ടറിനെ ആഡ് ചെയ്യുന്നതാണ് കെമിക്കൽ പ്രോപ്പർട്ടി. അഡീഷൻ ഓഫ് വാട്ടർ. അപ്പൊ നമ്മൾ CH ട്രിപ്പിൾ ബോണ്ട് CHനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറിനെ ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇൻ പ്രസൻസ് ഓഫ് ഡയല്യൂട്ട് H2SO4 അല്ലെങ്കിൽ HgSO4. എന്നിട്ട് ടെമ്പറേച്ചർ കണ്ടീഷനും ഉണ്ട്. 333 കെൽവിനാണ്. 333 കെൽവിൻ ടെമ്പറേച്ചർ ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കിക്കോണം. ഇതിനകത്ത് ഈ വാട്ടർ മോളിക്കൂളിനെ നമുക്ക് ഇങ്ങനെ എഴുതാതെ HOH എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? HOH എന്ന് എഴുതാമല്ലോ.
ശ്രദ്ധിച്ചോണം, ഇവിടെ നോക്കിയേ, ഇതിനകത്തെ എച്ച് വേണ്ട ഇവിടെയും OH വേണ്ട ഇങ്ങോട്ടും പോകും. ഓക്കെ, തിരിച്ചും വരാം, എച്ച് ഇവിടെയും OH അവിടെയും പോകും, എങ്ങനെ വേണേ പോകാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് നോക്കി, CH ഇവിടെ വരും, ഇവിടെ ഒരു OH വരും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു എച്ചും ഇവിടെ ഒരു OH വരണമെങ്കിൽ ഈ ട്രിപ്പിൾ ബോണ്ട് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വരുമോ? കാരണം ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു കോമ്പൗണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ മൊത്തം എത്ര ബോണ്ട് ആവും? ഈ ഹൈഡ്രജന്റെ ഒരു ബോണ്ട്, ഈ 3 ബോണ്ട് ഓൾറെഡി ഉണ്ട്, 3 1 4 ആയി, ഒരെണ്ണം കൂടെ വരുമ്പോൾ 5 ആവും, പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ട്രിപ്പിൾ ബോണ്ടിൽ ഒരെണ്ണം എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം, എന്നിട്ട് ഡബിൾ ബോണ്ട് ആവും. എന്നിട്ട് ഇവിടെ നോക്കി, ഇവിടെ CH. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇവിടെ എന്താ നടക്കുന്നത് അറിയോ? ഇവിടെ ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കും. ഈ ടോട്ടോമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടോട്ടോമെറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പ്രോട്ടോൺ ട്രാൻസ്ഫർ എന്ന് പറയും. അതായത് സെയിം കോമ്പൗണ്ടിൽ തന്നെ പ്രോട്ടോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കി, ഇവിടത്തെ ഈ H+ എന്ത് ചെയ്യുന്നത്, അതായത് ഈ ബോണ്ട് രണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ആകുന്ന സമയത്ത് ഈ ഹൈഡ്രജൻ നേരെ ഈ കാർബണിൽ. അപ്പൊ നോക്കി, ഈ ഹൈഡ്രജൻ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അവൻ പ്രോട്ടോൺ ആയിട്ട് മാറി, H+ ആയിട്ട് മാറി. ആ H+ ആ കോമ്പൗണ്ടിൽ തന്നെ വേറൊരു പൊസിഷനിലോട്ട് പോകുന്നതിനെയാണ് ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയോ, ഇവിടെ ഓൾറെഡി ഒരു CH ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നു, ഒരു O വന്നു. അവിടെ നിന്ന് പോയ ഹൈഡ്രജൻ നോക്കി, ഇവിടെ അപ്പം ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ട് ആയി, ഇവിടെ എന്തായിട്ട് മാറി? CH3. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ CH3 CHO എന്നല്ലേ? അപ്പൊ ഇതെന്താണ്? ഇത് എഥനാലാണ്, ആൽഡിഹൈഡ് ആണ്. ടോട്ടോമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓർത്തോണം? സെയിം കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒരു പ്രോട്ടോണിനെ ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള വേറൊരു പൊസിഷനിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്നത്. പ്രോട്ടോൺ ട്രാൻസ്ഫർ വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചോണം. വേണമെങ്കിൽ താഴോട്ട് എഴുതിക്കോ, ടോട്ടോമറൈസേഷൻ എഴുതിയിട്ട് ഹൈഫൻ ഇട്ടിട്ട് ടോട്ടോമെറൈസേഷൻ എന്ന് എഴുതിയിട്ട് പ്രോട്ടോൺ ട്രാൻസ്ഫർ to the proton transfer in same compound to a different position. Proton transfer in same compound at a different position. Like two different positions. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ചെറുതായി കാണിക്കാം. ഇവിടെ ഒരു 3 പ്രൊപ്പൈൻ ചെയ്താലോ? പ്രൊപ്പൈൻ ചെയ്യുമ്പോൾ എന്താ? ഇവിടെ നോക്കി, CH3 CH ട്രിപ്പിൾ ബോണ്ട്, CH3C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? വാട്ടറിനെ ആഡ് ചെയ്യാൻ പോവാ. എന്തായിരിക്കും സംഭവിക്കുന്നത്? OH നേരെ ഇവിടെ വരുന്നു, H നേരെ ഇവിടെ വരുന്നു, ഒരു ബോണ്ട് കുത്തുന്നു. അങ്ങനെയാണ് എന്ത് സംഭവിക്കും? അപ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഇതായിരിക്കും. CH3 അനക്കണ്ട, സിയുടെ മുകളിൽ ഒരു OH വരുന്നു, ഇത് ഡബിൾ ബോണ്ട് ആവുന്നു, ഇവിടെ ഒരു CH2 ആവും. ആണല്ലോ. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ബോണ്ടിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് ഈ പ്രോട്ടോൺ H+ ഇതേ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ അത് ടോട്ടോമറൈസേഷൻ എന്നാണ് പറയുന്നത്. ടോട്ടോമെറൈസേഷൻ എന്നാണ്. ഇതും അടുത്ത വർഷം പഠിക്കാനുണ്ട്. അപ്പൊ നോക്കിയോ, ഇവിടെ CH3 ഇവിടെ C ഡബിൾ ബോണ്ട് ആയിട്ട് മാറി, ഇത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി, ഇത് CH3 ആയിട്ട് മാറി. ഇത് കണ്ടോ, ഇതിപ്പോ കീറ്റോൺ ആണ് ആയത്. കണ്ടോ, കീറ്റോൺ ആണ്. സിയോടെ രണ്ട് സൈഡിലും ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് കീറ്റോൺ ആണ്. ഇതിന്റെ പേര് പ്രൊപ്പൻ 2 ആണ്. ഇതും ചെറുതാക്കി കാണിക്കാം, എഴുതിക്കോളൂ.
ഓക്കെ, എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് എഴുതിയെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ കൊള്ളായിരുന്നു. ഒരു റിയാക്ഷനോട് പഠിപ്പിച്ചിട്ട് നിർത്തിയേക്കാം. എഴുതിയോ എല്ലാവരും? എഴുതിയായിരുന്നോ? എല്ലാവരും എഴുതിയോ? ഓക്കെ, അപ്പം ഒരു റിയാക്ഷൻ കൂടെ എഴുതിക്കോ. നമുക്ക് 2 റിയാക്ഷനോട് പഠിക്കാനുണ്ട്. 3 റിയാക്ഷനോട് പഠിക്കാനുണ്ട് ഇനി. അതിൽ അടുത്തൊരു റിയാക്ഷൻ എഴുതിയിട്ട് നമുക്ക് നിർത്തിയേക്കാം. നോക്കിക്കോളൂ. രണ്ടാമത്തേത് ലീനിയർ പോളിമറൈസേഷൻ. ലീനിയർ പോളിമറൈസേഷൻ. ലീനിയർ പോളിമറൈസേഷൻ. ലീനിയർ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എഥിലീൻ എന്ന് പറയുമ്പോൾ ഈതൈനെ അല്ല, എഥിലീൻ അല്ല, അസിറ്റിലൈൻ ആണ്. ഈതൈൻ അണ്ടർഗോ ലീനിയർ പോളിമറൈസേഷൻ under suitable condition to form polyethene എന്നാണ് പറയുന്നത്. polyethene or polyacetylene. അതൊന്നുമില്ല, പോളിത്തീൻ ബാഗിനെ, പോളിത്തീൻ കവറില്ലേ, നമ്മുടെ പെറ്റിക്കോട്ട് കവർ എന്ന് പറയും അല്ലേ, അതിനെ നമ്മൾ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ലീനിയർ പോളിമറൈസേഷൻ വഴിയാണ്. അപ്പൊ നോക്കിയോ, n മോളിക്യൂൾസ് ഓഫ് CH ട്രിപ്പിൾ ബോണ്ട് CH നെ എടുത്തു കഴിഞ്ഞാൽ അതിനെ പോളിമറൈസ് ചെയ്യാൻ നമ്മൾ മെർജ് ചെയ്യുക എന്നാണ് പറയുന്നത്. ചേർത്ത് വെക്കുക. ഒത്തിരി CH ട്രിപ്പിൾ ബോണ്ട് CH മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിനെ പോളിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ then ഇങ്ങനെയുള്ളൊരു കോമ്പൗണ്ട് ഉണ്ടാകും. നോക്കിയോ, CH2 ഡബിൾ ബോണ്ട് CH2. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുക, ഇവിടോട്ടൊരു ബോണ്ട് ഇടുക, ഇവിടെ ഒരു N ഇടുക. ഇവനാണ് പോളിഈഥീൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ പെറ്റിക്കോട്ട് കവർ എന്ന് പറയുന്ന പോളിത്തീൻ. ഇത്രയും നിൽക്കട്ടെ, ബാക്കി അടുത്ത ക്ലാസ്.